ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ആഗസ്റ്റ് 4 ഞായറാഴ്ചയാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ അഹമ്മദാബാദിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ഫുഡ് അടിക്കണം, സിനിമ കാണണം, തിരിച്ച് റൂമിലേക്ക് വരണം. അതേസമയം ഇന്നിപ്പോൾ ഗുജറാത്തിലൊക്കെ നല്ല മൺസൂൺ സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. മഴ കാരണം നമ്മൾ പോകുന്ന ഗുജറാത്തിൽ നല്ല നല്ല റോഡുകളൊക്കെ കൊണ്ടും പൊഴിയായിരിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ കുറ്റം പറയാറുണ്ട്, എന്നാൽ അതിനേക്കാൾ ദയനീയ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഗുജറാത്തിലെ റോഡുകളിൽ ഈ മൺസൂൺ കാലത്ത്. കുഴിയുടെ ആഴെന്ന് വെച്ചാൽ ഒരു ടയർ കംപ്ലീറ്റ്ലി കുടുങ്ങുന്നൊരു അത്രയും ഡീപ്പാണ്. ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തില്ലായിരുന്നു, ഇനി പറ്റിയ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും ദയനീയാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ ഈ മൺസൂൺ ആയ സമയത്തൊന്നും റോഡിൽ അറ്റകുറ്റപ്പണികളൊന്നും എവിടെയും നടക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു 80, 60, 90 സ്പീഡിലൊക്കെ പോകുന്നതാണെങ്കിൽ ഒരു സഡൻ ബ്രേക്ക് ഇട്ടാൽ ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു നീണ്ട യാത്രക്കിടയിൽ ഒരു ഇടവേളയെടുത്ത് ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. അതിനിടയിലാണ് ഗുജറാത്തിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത് ഇവിടുത്തെ ബൈക്ക് റൈഡേഴ്സിൻ്റെ റൈഡിങ് രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ചമ്രമടഞ്ഞിരുന്നാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും യാത്ര ചെയ്തത്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വല്ല അപകടവും സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന ഡേഞ്ചറസ് സിറ്റുവേഷനെ കുറിച്ച് ഇവിടുത്തെ ആൾക്കാർ ബോധവാന്മാരല്ല എന്നതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ വേദനിപ്പിക്കുന്നത്. ഹായ് ഗൈസ്, നമ്മളങ്ങനെ അഹമ്മദാബാദിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പരിപാടി അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാൻ വേണ്ടി സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഹോട്ടലായ ഗ്വാളിയ വണക്കം എന്ന ഹോട്ടലിലേക്ക്, അതായത് റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയൊക്കെ കണ്ട് പരിചയപ്പെട്ട ഒരു ഫേമസ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ അൺലിമിറ്റഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടുത്തെ മെയിൻ ഡിഷസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഡലി, ദോശ, റൈസ്, ആ ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷ് ഐറ്റംസ് ആണ്. അൺലിമിറ്റഡ് കോംബോ ഓഫറിന് 350 രൂപയാണ് പെർ ഹെഡ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായി. വളരെ മനോഹരമായ രീതിയിൽ അവർ സംഭവമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത, അല്ലെ ഒരു വ്യത്യസ്തമായി എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളിലാണ്. നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ഓട്ട് പാത്രങ്ങളാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ളത്. അത് ഓട്ട് ഗ്ലാസ്, ഭക്ഷണം കഴിക്കാൻ ഓട്ട് പാത്രങ്ങളൊക്കെയാണ്. പഴമയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ട് ഇഡലി, നേരത്തെ പറഞ്ഞ പോലെ ഇഡലിയുണ്ട്, ദോശയുണ്ട്, ഊത്തപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, പൂരിയുണ്ട്, പപ്പടം, അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡലി, നല്ല സംഭവം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പൊടി ഇഡലി, വൈറ്റ് ഇഡലി, ഊത്തപ്പം, ദോശ, വട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റും മോശമില്ല, കൊള്ളാം. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? എന്ന് ഇഷ്ടായതെന്ന് ഏതറ്റം ഇഷ്ടായത്? വെജിറ്റബിൾ ഓക്കെ. ഇഡ്ലി ഞാൻ എടുത്തില്ല, പൊതുവെ ഇഷ്ടമല്ല. ഓക്കെ, പൊതുവെ ഇഷ്ടമല്ല. നന്നായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. ബാക്കി ദോശ നല്ല ടേസ്റ്റ്, കുഴപ്പമില്ല, ആരും കുഴപ്പമില്ല. മുത്തമീൻ കഴിച്ചു, ടേസ്റ്റ് നന്നായിരുന്നു. പൊറോട്ടയിൽ ഭയങ്കര കട്ടി പോയില്ല, കാടായിരുന്നു. ബാക്കിയെല്ലാം ആവറേജാണ്. വയറു നിറയെ ഫുഡ് അടിച്ച് കയറ്റിയിട്ട് കുറ്റം പറയാൻ നിങ്ങളായിരുന്നു കരുതരുത്. കാരണം ഇവിടുത്തെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ടേസ്റ്റൊക്കെ ഒരു ഏവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതിൽ തന്നെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഇഡലി, കാരക്കുളമ്പ്, കേർഡ് റൈസ്, ഊത്തപ്പം എന്നീ ഐറ്റംസ് എന്നാലും നന്നായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു ഏവറേജ്, ബിലോ ഏവറേജ് ആയിട്ടാണ് തോന്നിയത്. അൺലിമിറ്റഡ് കാറ്റഗറിയിൽ ആയതുകൊണ്ട് ഫുഡ് ഐറ്റംസ് എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക്